ഹലോ ഹായ്, ഞാൻ ദിനി ശ്രീനി. അപ്പൊ ഞാൻ കുറച്ച് ദിവസമായില്ല നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട്. കുറച്ച് തിരക്കിലായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് കമന്റുകളും ഇതൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി. പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പുറപ്പെട്ടു എന്നറിയുന്നു. പുറത്തൊക്കെ ഇറങ്ങിയപ്പോ ഇപ്പൊ 2-3 പേര് ഞങ്ങളുടെ കൂടെ ഉണ്ടായവര് തന്നെയാണ്. അവരെല്ലാവരും പറഞ്ഞു, നിനക്ക് ഇതൊക്കെ എങ്ങനെ ഓർത്ത് വെച്ച് നീ ഇതിങ്ങനെ പറയണേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, പഴയ കാര്യങ്ങളല്ലേ, നമുക്ക് അങ്ങനെ നമ്മുടെ ടച്ച് ചെയ്ത കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാനതിങ്ങനെ ഓർത്ത് വെച്ചൊക്കെ പറയണത് പലർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇപ്പൊ ഓരോ ജോലികൾ ഇങ്ങനെ ചെയ്യുമ്പോഴൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാണ്. പണ്ട് കാലത്ത് ചെറുതായിരിക്കുമ്പോ ഒരു 5ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോ തന്നെ അവിടെ ഉള്ളവളുമാരൊക്കെ കൂടെ താമസിക്കണ അപ്പുറത്തൊക്കെ ഉള്ളവരൊക്കെ എല്ലാ ജോലിയും ചെയ്യും. അടിച്ചു വാരും, പാത്രം കഴുകും, കഞ്ഞി വെക്കും, കറി വെക്കും, എല്ലാം ചെയ്തിട്ടോ. ഭയങ്കര നീറ്റായിട്ട് എല്ലാ പണികളും ചെയ്യും. അപ്പൊ ആ സമയത്ത് ഞാൻ രാശിക്കായ എന്ന് വെച്ചാൽ ഗോലി കളി, പിന്നെ കിളികളി, ഭയങ്കര കളി ഇങ്ങനെ എന്താ പറയാ, കിളി കളിക്കാനും മേടാസ് കളിക്കാനും രാശിക്കായ അതായത് ഗോലി കളിക്കാനൊക്കെ ആയിട്ട് ഓടിപ്പാഞ്ഞ ആ പിള്ളേരോടെ ഇങ്ങനെ കളിച്ച് നടക്കും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയൊക്കെ അങ്ങനെ കളിച്ചു നടക്കും. അവധിയുള്ള ദിവസം എന്തോരം അടി കിട്ടിയിട്ടുണ്ടെന്ന് അറിയാമോ എനിക്ക്. രാശിക്കായ കളിച്ചിങ്ങനെ കുപ്പിയിൽ നിറച്ച് ഇങ്ങനെ വെക്കുമായിരുന്നു. എന്നെ അങ്ങനെ ഞാൻ അത്ര ഇതായിട്ട് ഓടിച്ചാടി കളിച്ചുകൊണ്ടിരുന്ന ആളാണ് കേട്ടോ. അപ്പൊ ഇവളുമാരൊക്കെ പണിയെടുക്കല്, തുണി അലക്കല്, പാത്രം കഴുകല്, അങ്ങനെയുള്ള ജോലികൾ, കഞ്ഞി വെക്കല്, കറി വെക്കലൊക്കെ. അപ്പൊ ഞാൻ ഇങ്ങനെ നടക്കല്ലേ. അത് ഞാൻ ഒരു ദിവസം ഞാൻ ഇപ്പൊ അത് ഓർക്കാണ്. അമ്മ എന്നോട് പറഞ്ഞു, ഇങ്ങനെ അന്ന് 5:30 വെളുപ്പിന് മരം വെട്ടാനായിട്ട് പോണോ, റബ്ബർ എസ്റ്റേറ്റ് അല്ലേ. അപ്പൊ ടാപ്പിങ്ങിന് വേണ്ടി പോവും, അമ്മയും അച്ഛനും പോവുമല്ലോ. അപ്പൊ ഒരു ദിവസം വിളിച്ച് പോയപ്പോ പറഞ്ഞു, ദിനി ഒരു 8:30-9 മണിയാകുമ്പോ ഇത്തിരി കഞ്ഞിയും കൊണ്ട് വന്നോട്ടോ, എന്തെങ്കിലും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തു, അമ്മ അരിയൊക്കെ അടുപ്പത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അരി എടുത്ത് കറിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കഞ്ഞിയൊക്കെ പകർത്തി. അപ്പൊ നോക്കി പപ്പടം, ആ പപ്പടവും വറുത്ത ഒരു പാത്രത്തിലിട്ട് കഞ്ഞി എടുത്ത് ഞാൻ പോയി അവിടെ ചെന്ന് കഞ്ഞി കൊണ്ട് അമ്മയ്ക്ക് കൊടുക്കാണ്. അമ്മ അച്ഛനും ഇത് കുടിച്ച് കഴിഞ്ഞപ്പോ കഞ്ഞിയിൽ ഉപ്പിട്ടിട്ടില്ല. അപ്പൊ കറിയൊന്നുമില്ലല്ലോ, എരിവില്ല. അപ്പൊ അമ്മ ചോദിച്ചു, പപ്പടം വറുത്തപ്പോ ഇത്തിരി എരിവെങ്കിലും ഇടായിരുന്നില്ലേ എന്ന് ചോദിക്കാണ്. അപ്പൊ അത് കഴിഞ്ഞപ്പോ കഞ്ഞിയിൽ ഇത്തിരി ഉപ്പിട്ടില്ലല്ലോ എന്ന് പറയാണ്. അപ്പൊ ഞാൻ എടുത്ത വഴിക്ക് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അന്നൊന്നും വെളിവില്ലല്ലോ, എന്നാലും എന്താ ഇപ്പൊ നിങ്ങൾ കുടിച്ചില്ലേ, കൊണ്ടുവന്നത് കുടിച്ചില്ലേ എന്ന് ചോദിച്ചു. പക്ഷെ ഇപ്പൊ ഞാൻ അതിനകത്ത് പശ്ചാത്തപിക്കേണ്ട, അന്നാ എന്തോരം കഷ്ടപ്പെട്ട് ആ ഇതിലാണ് ഞാൻ പിന്നീട് ജോലി ചെയ്തത്. ആ പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ തന്നെയാണ് ഞാനിപ്പോ ജോലി എടുക്കുന്നത്. ആ ടാപ്പിംഗ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഫാക്ടറിയിലേക്ക് മാറി. അപ്പൊ ഞാൻ ആ ജോലി ചെയ്തപ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. അന്ന് ആ ചോദിച്ച ചോദ്യത്തിന് ഇന്നല്ല, ആ ജോലി എനിക്ക് കിട്ടിയ സമയത്ത് തന്നെ ഞാൻ പശ്ചാത്തപിച്ചിട്ടുണ്ട്. ചെരുപ്പൊന്നുമില്ലാതെ പണിയെടുത്ത അച്ഛനമ്മമാരും. ഇപ്പൊ നമുക്കെല്ലാം ഫുൾ സംവിധാനത്തിലാണ് നമ്മൾ ജോലി ചെയ്യണത്, ഷൂ ഇട്ട് എല്ലാ സെറ്റപ്പിലും. പക്ഷെ അന്നൊക്കെ അവരെന്തോരം കഷ്ടപ്പെട്ടിരുന്നു. അപ്പൊ ആ ഒരു ചോദ്യം ഉണ്ടല്ലോ. പക്ഷെ ഒരു ഇതുണ്ട്, അതിനുശേഷം 18-ാം വയസ്സിൽ എന്നെ കല്യാണം കഴിപ്പിച്ചു എന്നല്ല, അതൊരു കഥയാണ്. ആ കഥ അറിയണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ 18-ാം വയസ്സിൽ കല്യാണം കഴിച്ച് ഞാൻ ഉപ്പ് ഏതാ, മുളക് ഏതാ, പാത്രം ഏതാ, തവി ഏതാന്ന് അറിയാത്ത ഞാൻ 18-ാം വയസ്സിൽ കല്യാണം കഴിച്ച് ചെന്നതൊരു അങ്ങനത്തെ ഒരു എന്താ പറയാ, മോശം എന്നല്ല കേട്ടോ. അങ്ങനെ ചെന്ന് 4 ആമക്കളുള്ള അമ്മയുടെ അടുത്തേക്കാണ് ഞാൻ ചെല്ലണതെന്നും കൂടെ വിചാരിക്കണം. അങ്ങനെ ചെന്ന് പെട്ട് ഞാൻ അതിനകത്ത് കിടന്ന് പഠിച്ച കുറെ അഭ്യാസങ്ങളുണ്ട്. ഞാൻ ഇന്ന് എന്ത് വെക്കാനും വിളമ്പാനും ഒന്നും എനിക്ക് മടിയില്ല. അമ്മ എങ്ങനെയായിരുന്നു കേട്ടോ, 4 ആമക്കളുള്ളായിരുന്നു. അവരുടെ വീട്ടിലേക്ക് എപ്പോഴും ഇവരുടെ കൂട്ടുകാരികൾ വന്നുകൊണ്ടേയിരിക്കും. ഒരു കാലം ചോറൊന്നും വെച്ചാൽ അമ്മയ്ക്കും അച്ഛനൊന്നും തിന്നാൻ കിട്ടാറുമില്ല. ഇവരുടെ ഫ്രണ്ട്സ് തന്നെയായിരുന്നു. അപ്പൊ അമ്മ അങ്ങനെ തന്നെയായിരുന്നു. ആ അമ്മയുടെ ഇരുന്ന് എല്ലാ അടവും പയറ്റി ഞാനും ഇപ്പൊ ആ രീതിയിലായി. ഇപ്പൊ എന്ത് ചെയ്യാനും എനിക്കൊരു മടിയില്ല. എന്നെ കൊണ്ട് സാധിക്കുന്ന പോലെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. ഒരു 100 പേരുടെ കല്യാണം വരെ ഞാൻ നടത്തി അതിന് ശേഷം, കൊറോണ കാലത്ത് കേട്ടോ. അല്ലാണ്ട് വലിയ സംഭവമൊന്നുമല്ല പറയണത്. അങ്ങനെ ഞാനതൊക്കെ പഠിച്ചെടുത്തു. ഇപ്പോ എനിക്ക് അതിനകത്ത് അതിയായ സന്തോഷമുണ്ട്, കോമഡി ഉണ്ട്. അന്ന് എന്നെ തോപ്പിച്ച് പണിയെടുത്തവൾമാരൊക്കെ ഇന്ന് ചെറിയ മടിച്ചികളാണ്. അത് പറയുമ്പോ ഒരു രസം, ഒരു കോമഡി ആയിട്ട് പറഞ്ഞു കേട്ടോ. അത്ര മടിച്ചുകളൊന്നും അല്ല കേട്ടോ, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ട്. അപ്പൊ അങ്ങനെ. അപ്പൊ ഞാൻ ഇന്ന് വീണ്ടും ഒരു അച്ചാറായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. ഞാൻ ചെറിയ രീതിയിൽ അച്ചാർ സംരംഭം തുടങ്ങിയെന്ന് പറഞ്ഞില്ല. അതിന് എനിക്ക് അത്യാവശ്യം ഞാൻ ഉണ്ടാക്കണതൊക്കെ തീർന്നു പോണുണ്ട്.
വലിയ സെറ്റപ്പിലല്ല, എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല റിവ്യൂ ആണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ ഇന്ന് വീണ്ടും ഒരു അച്ചാറായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് തന്നെ, ഒരു പൈനാപ്പിൾ അച്ചാർ. അപ്പം എൻ്റെ വീഡിയോയ്ക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദിയുണ്ട്. നിങ്ങൾ വീണ്ടും എനിക്ക് ലൈക്കും ഷെയറും കമൻറ്റും, എന്നെ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അച്ചാർ ഇടാം കേട്ടോ. അതിന് നേരത്തെ അരിഞ്ഞു വെച്ച 4 പൈനാപ്പിൾ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഉരുളി അടുപ്പത്ത് വെച്ച് നല്ലെണ്ണ ഒഴിച്ചു കേട്ടോ. നല്ലെണ്ണയിലാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കാറ്. കടുകിട്ട് പൊട്ടിച്ചു. കടുക് പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി ഒന്ന് ചുമക്ക വറുക്ക വന്നു കഴിയുമ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളകും ഇതൊക്കെ നന്നായിട്ട് ചുമന്ന് വരണം കേട്ടോ. ചുമക്ക വറക്കണം, വെള്ളത്തിൻ്റെ എല്ലാം അത് വേണം. അതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യും കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് പൊടികൾ ചേർക്കണത്. കാശ്മീരി ചില്ലിയും സാധാരണ മുളക് പൊടിയും ഉലുവാപ്പൊടിയും കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ആ എണ്ണയുടെ ചൂടുണ്ടല്ലോ, ആ ചൂടിൽ നമുക്കിത് മൂത്ത് കിട്ടും. അപ്പം ആ പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാ പൊടികളും ചേർത്ത് കായത്തിൻ്റെ പൊടിയും ചേർത്ത് നന്നായിട്ട് ഉരുളിയുടെ ചൂടുണ്ടല്ലോ, അങ്ങനെ അത് മൂത്ത് വരും. അതിന് ശേഷം ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. ഇതിന് ശേഷം ഗ്യാസ് പൈനാപ്പിൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഗ്യാസ് കത്തിച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഗ്യാസ് കത്തിക്കാം. ഇപ്പം തന്നെ നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ചതിന് ശേഷം വിനീഗർ ഒഴിച്ചു കൊടുക്കണം. വിനീഗർ ഒഴിച്ചതിന് ശേഷം ഇത് ഒരു പൈനാപ്പിളിന് ഒരു ചൊറിച്ചിലുണ്ടാവുമല്ലോ, ഈ നമ്മുടെ നാവിന് ഇതുണ്ടാക്കും. അത് കാരണം ഇതൊരു പകുതി വേവ് വരണം കേട്ടോ പൈനാപ്പിൾ. വിനീഗറും ഒഴിച്ചു കൊടുത്ത് ഉപ്പൊക്കെ പാകമാക്കി കുറച്ച് ശർക്കരപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇത് ഒരു പകുതി വേവാവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇടയ്ക്ക് ഇളക്കിയൊക്കെ കൊടുക്കണം, ഉപ്പ് പാകം ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോളും കൂടി ഉണ്ട്. അതാണ് കൈകളുടെ എണ്ണം കൂടിയ. അപ്പം നമ്മുടെ പൈനാപ്പിൾ അച്ചാർ റെഡി.